ലക്ഷങ്ങൾ ചെലവിട്ട് പൂന്തോട്ടമാക്കിയ തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ എരുമക്കുഴി വീണ്ടും മാലിന്യമലയായി. ദുർഗന്ധം കാരണം അട്ടക്കുളങ്ങര കിള്ളിപ്പാലം ബൈപ്പാസിൽ യാത്ര പോലും ദുസ്സഹമാണ്. സമീപത്തെ വ്യാപാരികളും നാട്ടുകാരുമൊക്കെ വീണ്ടും ദുരിതത്തിലായിരിക്കുകയാണ്. ഒരു കാലത്ത് നഗരഹൃദയത്തിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്നു എരുമക്കുഴി. അക്ഷരാർത്ഥത്തിൽ മാലിന്യ കുന്ന്. വലിയ പ്രതിഷേധങ്ങൾക്കും പരിശ്രമങ്ങൾക്കുമൊടുവിലാണ് കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ എരുമക്കുഴി വൃത്തിയാക്കിയത്. മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്ത് പൂന്തോട്ടമൊരുക്കി. മാലിന്യം വേർതിരിക്കാനുള്ള സംവിധാനങ്ങളും കൊണ്ടുവന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും എരുമക്കുഴിയും പരിസരവും മാലിന്യ കൂമ്പാരമായി കഴിഞ്ഞു. ക്യാമറകൾ സ്ഥാപിച്ചിട്ടും മാലിന്യം തള്ളുന്നത് തടയാനായിട്ടില്ലെന്നാണ് പരാതി. മഴ പെയ്യുമ്പോൾ മാലിന്യം കലർന്ന വെള്ളം റോഡിലൂടെ ഒഴുകിയെത്തുന്നതിനാൽ കാൽനടയാത്രയും ദുസ്സഹം. ഈ വെള്ളത്തിൽ ചവിട്ടി എന്താ ഈ വെള്ളത്തിൽ ചവിട്ടിയാണ് ഈ കാലാസുഖം വന്നത്. അത് ഇപ്പം നടക്കുന്നു പോകാൻ എനിക്ക് പേടിയാണ്. ഈ വെള്ളം കാണുമ്പോഴേ ഓടിക്കളയാൻ. മഴ വരുമ്പോൾ വെള്ളം ഇനി അറ്റം വരെ കയറും. അപ്പം നമുക്ക് സാധനം എടുക്കാൻ പോകാൻ നോക്കുന്നുണ്ട്. അതാണ് സംഭവം കാര്യം. അപ്പോൾ അതാണ് നമ്മുടെ കാര്യമെല്ലാം വരുമ്പോൾ കൃമികൾ വന്ന് പകർച്ചവ്യാധി ഭീഷണിയിലാണ് പ്രദേശം. വാർഡ് കൗൺസിലറുടെയും കോർപ്പറേഷന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും സ്ഥിരമായ പരിഹാരം ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. എന്നിട്ട് കടക്കാരെല്ലാം കംപ്ലീറ്റ് കൊടുത്ത വാർഡ് കൗൺസിലറോടൊക്കെ പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. നല്ല മഴ പെയ്യാണെങ്കിൽ ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കും. കൊതുവിന്റെ ശല്യമാണ്. അത് ഇതിൽ ആൾക്കാർ പോകുമ്പോൾ കുറെ സന്ധ്യ കഴിയുമ്പോഴേ കൊതുവിന്റെ ശല്യമാണ്. നടന്നു പോയാൽ മതി. ഈ അള്ളി പിടിക്കുന്ന പോലെ പിടിച്ച് കടിയാണ്. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നുമില്ലെന്ന്. ചൊരിച്ചിൽ തുടങ്ങും. പിന്നെ ചൊരിച്ചിൽ തുടങ്ങി അവിടെ അത്രയും പുണ്ണാവും. എനിക്കുണ്ടായി. ഞാൻ അവിടെ കരമന ആശുപത്രി കൊണ്ട് കാണിച്ച് ഓയിന്റ്മെന്റ് എഴുതി ഞാൻ ശരിയാക്കി. ഒരു കാലത്ത് മാലിന്യമലയായിരുന്നു എരുമക്കുഴി. എന്നാൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 60 ലക്ഷം രൂപ മുടക്കി ഇവിടെ ഒരു പൂന്തോട്ടം സൃഷ്ടിച്ചു. എന്നാൽ ആ പഴയ കെട്ടക്കാലത്തേക്കാണ് എരുമക്കുഴി വീണ്ടും പോകുന്നത്. മേയറും നഗരസഭയും ഇത് കാണണം, ഇടപെടണം. ക്യാമറാമാൻ സന്തോഷിനൊപ്പം നിതിൻ മോഹൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.